26 വർഷമായിട്ട് ഇവിടുത്തെ ഒരു ഓട്ടോക്കാരനാണ്. ഈ ഓട്ടോക്കാരെന്ന് മാത്രമല്ല, ഡ്രൈവേഴ്സിൻ്റെ ഏറ്റവും പ്രധാനം റോഡുകളാണ്. ആ റോഡുകളുടെ വികസനങ്ങൾ LDF സർക്കാർ വന്നതിന് ശേഷം ഒന്നുള്ളതൊന്ന് റൗണ്ട് അടിച്ച് നമുക്ക് കണ്ടിട്ട് വരാം. ഈ റോഡിന് തീരെ വീതിയില്ല. ഇവിടെ എപ്പോഴും ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. ഈ രണ്ട് സൈഡും സ്ഥലം എടുത്ത് അവിടെ റോഡ് വീതി കൂട്ടി. ഈ റോഡാണ് നമ്മളെ മലയോര ഹൈവേ റോഡ് പറയുന്നത്. LDF സർക്കാർ വന്നതിന് ശേഷം ഈ റോഡുകൾക്കൊക്കെ മാറ്റം വന്നു. ഈ മാറ്റം വന്നതിന് ശേഷം ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പൈസ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ വളരെ കമ്മിയാണ്. ഇത് കരുളായി റോഡാണ്. ഈ കരുളായി റോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ 35 വർഷമായിട്ട് ഇവിടെ ഒരു മന്ത്രിയായിട്ടും MLA ആയിട്ടും ഇവിടെ UDFൻ്റെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കരുളായി എത്തണമെങ്കിൽ 1 മണിക്കൂർ 10 കിലോമീറ്റർ തയ്ച്ചില്ല. 9.5 കിലോമീറ്റർ ഉണ്ടാവും കഷ്ടി. ഇവിടുന്ന് നമ്മൾ നിലമ്പൂരിന് കരുളായി എത്തുമ്പോഴത്തിന് 1 മണിക്കൂറിൻ്റെ മുകളിൽ കവർ ചെയ്യും. ഇപ്പോൾ ഈ റോഡ് കണ്ടെങ്കിൽ LDF സർക്കാരിൻ്റെ ഒരു വികസനം തന്നെയാണിത്. വികസനം എന്ന് പറഞ്ഞാൽ പോരാ, നിലമ്പൂർക്കാരുടെ ഹൃദയം തന്നെയാണ് കരുളായി റോഡ്. ഈ കരുളായി റോഡിലാണ് നെടുങ്കായം എന്ന് പറയുന്നത്. സഞ്ചാരികളുടെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് നെടുങ്കായം. 8 വർഷം മുമ്പാണെങ്കിൽ ഇതിൽ നെടുങ്കായത്തേക്ക് വന്നോലാണെങ്കിൽ പിന്നെ ഒരു ജന്മത്തിൽ ഈ റോഡിലേക്ക് വരില്ല. പിന്നെ നെടുങ്കായം വേണ്ടിയല്ലേക്ക് നിലമ്പൂരും വേണ്ടിയല്ല, അത്രക്ക് അറാമേകാരം. ഇപ്പം അങ്ങനെയല്ല സ്ഥിതി. ഇപ്പം നേരെ മറിഞ്ഞു. ഈ റോഡുകളൊക്കെ എത്ര വികസിച്ചത് കാരണം ജനങ്ങൾ വന്നവരെന്നെ പിന്നെയും വരിക. മാസത്തിൽ വരുന്നുണ്ട്. അതാണ് വേറെ രസം. ഈ പാലം എന്ന് പറയുന്നത് LDF സർക്കാർ കൊണ്ടുവന്ന പാലമാണ്. ഈ പാലത്തിൻ്റെ ഇവിടെ പഴയ പാലം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് കലക്കം വെള്ളം വന്നാൽ മതി. എന്ന് വെച്ചാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പാലം ഫുള്ള് മൂടും. നമുക്ക് അക്കരയ്ക്ക് പോകാൻ കഴിയില്ല. ഒരു വാഹനം നടന്നു പോകാനോ വാഹനത്തിനോ ഒന്നും പോകാൻ കഴിയില്ല. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കരുളായി വഴിക്കൂടെ നമ്മൾ തിരിച്ചു വരും. എത്രയോ കിലോമീറ്റർ ചുറ്റണം. 10-15 കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഈ പാലത്തിന് ഹൈറ്റ് വന്നു. മറ്റേ പാലം പറഞ്ഞാൽ പോയും പാലം ഏതാ തിരിച്ചറിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പാലം മാറി, സർക്കാർ മാറി, LDF സർക്കാർ വന്നു. അതിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമാണിത്. അത്ര മനോഹരമായിട്ട് ഇപ്പം ഏത് മഴ വന്നാലും എത്ര വെള്ളം പൊങ്ങിയാലും ഈ പാലത്തിന് ഒരു കുഴപ്പമില്ല. നമുക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. ഈ പാലം കണ്ടില്ലേ? ഈ പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അക്കരെ കിടക്കുന്നത് വണ്ടൂർ മണ്ഡലമാണ്. ഈ കിടക്കുന്നത് നിലമ്പൂർ മണ്ഡലമാണ്. അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഈ അക്കരയിലും ഉണ്ടായിരുന്നു UDFൻ്റെ MLA ആയിട്ടും മന്ത്രിയായിട്ടും വർഷങ്ങളായിട്ട് അവിടെ മന്ത്രിയായിട്ട് MLA ആയിട്ട് നിന്നിരുന്ന ആളാണ്. അതുപോലെ തന്നെ 35 വർഷമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു MLAയും മന്ത്രിയായിട്ടും UDFൻ്റെ ഒരു പ്രതിനിധി. ഇതുവരെയായിട്ട് ഇതുപോലെ ഈ ഒരു പാലം കൊണ്ടുവരാൻ ഇതുവരെയായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അത് കൊണ്ടുവന്നത് LDF സർക്കാരാണ്. അതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ റോഡ്. എത്രയോ കിലോമീറ്റർ ദൂരെ കമ്മിയുണ്ട് നമുക്ക് പെരിന്തൽമണ്ണ റോഡിലേക്ക് ഇതിൽ കയറാം. ഇപ്പം നമ്മൾ ഒരുപാട് റോഡുകളും പാലങ്ങളും നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് പാലങ്ങളും റോഡുകളും നമ്മൾ ഇനിയും കാണാൻ കിടക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ല, ഒരുപാട് കാണാൻ കിടക്കാൻ. അതുപോലെ തന്നെ നിലമ്പൂർ ഇനിയും വളരാനുണ്ട്. അപ്പം നമ്മളെപ്പോലെ ഓട്ടോക്കാർ പിന്നെ LDFനല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യണം? വേറെ എന്തിനാ നമ്മൾ മാറ്റി ചിന്തിക്കണം?